ഇനി നമുക്ക് എങ്ങനെ ഒരു IP ഇവന്റ് നടത്താം, അതിനകത്ത് എന്തൊക്കെ ആഡ് ഓൺസ് ചെയ്യാം, എങ്ങനെയത് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളതിനെ പറ്റി നോക്കി നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു IP ഇവന്റ് നടത്തണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവം, ഒരു നല്ല ബ്രാൻഡ് നെയിം ഉണ്ടാകണം. അതിൻ്റെ മുന്നേ നമ്മൾ അതൊരു തീം സെറ്റ് ചെയ്യണം. എന്ത് തീമിൽ അല്ലെങ്കിൽ എന്ത് ബേസ് ചെയ്തിട്ടാണ് ഞാനൊരു IP ഇവന്റ് നടത്തുന്നത്. അതിനുശേഷം അതിനൊരു പ്രോപ്പർ ബ്രാൻഡ് നെയിം, ഇതിലൊക്കെ അത്യാവശ്യം റിസർച്ച് ചെയ്ത് നടത്തിയാൽ അത്രയും നല്ലത്. കാരണം ഇതൊരു ലെഗസി ക്രിയേറ്റ് ചെയ്യേണ്ട സാധനമായിരിക്കും. പിന്നെ ബ്രാൻഡ് നെയിമിൻ്റെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ബ്രാൻഡ് അസറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക, ഡിസൈനിൽ ഫോക്കസ് ചെയ്യുക, അവിടുത്തെ പ്രൊഡക്ഷൻ എലമെൻറ്റ്സിലും എല്ലാം ഒരു ബ്രാൻഡ് യുണീക്നെസ് കൊണ്ടുവരിക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ്. പിന്നെ ഇതൊരു റിപ്പീറ്റബിൾ ഫോർമാറ്റിലായിരിക്കണം എപ്പോഴും നടത്തുന്നത്. അതായത് വൺസ് ക്രിയേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് ഒരിക്കലും ഒരു IP എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതിനൊരു ലോയൽ കസ്റ്റമർ ബേസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ആയി വരേണ്ട ഒരു സംഭവമാണല്ലോ. പിന്നെ ഇതിൻ്റെ ലോഞ്ചൊക്കെ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ഒരു നോയ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് തന്നെ ലോഞ്ച് ചെയ്യുക. കാരണം എല്ലാവരും ഇതിനെപ്പറ്റി അറിയണം. അപ്പം ഇത് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഇവൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ കണ്ടന്റ് തന്നെ നമുക്ക് കുറച്ച് കാലം ഇതിനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് കണ്ടന്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫിഫയോ അല്ലെങ്കിൽ എന്ത് ഇവൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഒരു 4 വർഷം കൂടുമ്പോൾ നടക്കുകയാണെങ്കിൽ പോലും ബാക്കിയുള്ള സമയത്ത് അതിൻ്റെ ഒരു ഓളം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള നടക്കുന്ന IP ഇവൻറ്റ്സ് നോക്കിയാൽ അത് അങ്ങനെ തന്നെയാണ്. അപ്പം അതിൻ്റെ കുറേ ഫൂട്ടേജസും കാര്യങ്ങളൊക്കെ പിന്നീടും എന്താ പറയുക ലൈക്ക് ഇൻസ്റ്റയിലും എല്ലായിടത്തും റിലീസ് ചെയ്ത് ഒരു ഓളം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ IP ഇവൻറ്റ്സിന് മിക്കവാറും പ്രീ ഇവൻറ്റ്സ് ഒരു സെറ്റ് ഓഫ് പ്രീ ഇവൻറ്റ്സ് നടത്തി കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരെ നമുക്ക് ഓൺ ബോർഡ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ IP ഇവൻറ്റ്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ടൈപ്പ് ഓഫ് ഇവൻറ്റ്സിലും പറഞ്ഞ എല്ലാ സ്ട്രാറ്റജീസും ഇവിടെ വർക്കൗട്ട് ആവും. പിന്നെ IP ഇവൻറ്റ്സിൽ നിങ്ങൾ കുറച്ചുകൂടെ സബ് ഇവൻറ്റ്സും കാര്യങ്ങളും കൂടുതൽ ഫോക്കസ് ചെയ്യുക. അപ്പം ഇതിനകത്തുള്ള ചെക്ക് ഇൻ മാനേജ്മെൻറ്റ് അതൊക്കെ നേരത്തെ പറഞ്ഞ വീഡിയോസിൽ ഉണ്ട് ഇങ്ങനത്തെ കുറേ ആസ്പെക്ട്സ്. അപ്പോൾ അതുപോലത്തെ എല്ലാ ലിവറേജസും ഇവിടെ കൊണ്ടുവരിക. പിന്നെ കുറച്ചുകൂടെ ഫിസിക്കൽ ആക്ടിവിറ്റീസോ എൻഗേജ് ചെയ്യാനുള്ള കുറേ അവന്യൂസോ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ ഇതിനെ ഒന്നുകൂടെ വരാൻ ആഗ്രഹിക്കും. അപ്പോൾ ഇവിടെ ഒരു നിഷ് ഓഡിയൻസിനെ ഫോക്കസ് ചെയ്ത് നടത്തുന്ന IP ഇവൻറ്റ്സും ഉണ്ട്, അതുപോലെ വൈഡർ ഓഡിയൻസിനെ ഫോക്കസ് ചെയ്യുന്ന IP ഇവൻറ്റ്സും ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആട്രിബ്യൂട്ട്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. പിന്നെ ഇതിന് അത്യാവശ്യം നിങ്ങൾക്കൊരു ഫണ്ടുള്ള ഒരു കമ്പനി ആണെങ്കിൽ പോലും നിങ്ങളൊരു IP ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇൻഡയറക്റ്റ്ലി നിങ്ങളെ ബ്രാൻഡ് പൊസിഷനിങ്ങും നിങ്ങളെ സെയിൽസും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ ഹെൽപ്പ് ചെയ്യും.